ചൊവ്വാഴ്ച വൈകുന്നേരം ഹണിറോസിന്റെ പരാതി കിട്ടിയ ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ ബോബിയെ പിന്തുടരാൻ ചുമതലപ്പെടുത്തുകയായിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രാഹിം മുഖ്യമന്ത്രി പിണറായി വിജയനും നേരിട്ട് തന്നെ വിഷയത്തിൽ ഇടപെടുകയും നടപടികളുമായി മുമ്പോട്ട് പോകാൻ നിർദ്ദേശിക്കുകയുമാണ്. കോയമ്പത്തൂർ ഷോറൂമിന്റെ ഇന്നലത്തെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ ബോബി ചെമ്മണ്ണൂർ പോകുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ബോബിയുടെ ഫോൺ അവർ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായും തൃശൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകും എന്നാണ് കരുതേണ്ടത്. എന്നാൽ ബോബി നേരെ പോയത് വയനാട്ടിലെ മേപ്പാടിയിലുള്ള 1000 ഏക്കർ റിസോർട്ടിലേക്കാണ്. അവിടെ നിന്നും രാവിലെ ബാംഗ്ലൂർക്ക് പോകാനായിരുന്നു പദ്ധതി. പോലീസ് കോയമ്പത്തൂർ എന്ന് കരുതുമ്പോൾ ബാംഗ്ലൂരിൽ ചെന്ന് സുരക്ഷിതമായി ഒളിതാവളത്തിൽ താമസിക്കാനാണ് പദ്ധതിയിട്ടത്. എന്നാൽ ബോബിയുടെ വിശ്വസ്തരിൽ നിന്ന് തന്നെ വിവരം പോലീസിന് ചോർന്നു കിട്ടി. അങ്ങനെ പോലീസ് ബോബിയെ തേടി ബോച്ചെ 1000 ഏക്കറിന് പരിസരത്ത് താവളമടിച്ചു. ഇന്നലെ വെളുപ്പിന് ഏതാണ്ട് 8:30 മണിയോടുകൂടി ബാംഗ്ലൂരിലേക്ക് പോകുന്നതിന് വേണ്ടി തന്റെ കാറിൽ പുറത്തിറങ്ങിയ ബോച്ചയെ വഴിയിൽ വെച്ച് തടഞ്ഞ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അവിടുന്ന് ഒരു സ്വകാര്യ വാഹനത്തിൽ കയറ്റി വയനാട്ടിൽ തന്നെയുള്ള ഒരു പോലീസ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം പോലീസ് വാഹനത്തിൽ കയറ്റി നേരെ കൊച്ചിക്ക് കൊണ്ടിരിക്കുകയാണ്. ഈ കേസ് ഒരുപാട് ദൂരമൊന്നും പോയെന്ന് വരില്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ ജാമ്യം കിട്ടിയെന്നും വരാം. ജാമ്യം കിട്ടുന്നില്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം താൻ പുരാണത്തിൽ ഒരു കഥാപാത്രത്തിന്റെ പേര് മാത്രമാണ് പറഞ്ഞത്. അതെങ്ങനെ ലൈംഗിക അധിക്ഷേപമാകുമെന്ന ചോദ്യമാണ് ബോച്ചയ്ക്ക് വേണ്ടി രാമൻ പിള്ള ഉയർത്തുന്നത്.